ലോകത്ത് യുദ്ധങ്ങൾ പലതരമുണ്ട്. അധിനിവേശങ്ങളിലൂടെയും ഏകപക്ഷീയമായി നടക്കുന്ന പോരാട്ടങ്ങൾ, സംഘർഷങ്ങൾ. രാജ്യം പിടിച്ചടക്കാൻ ശത്രുരാജ്യങ്ങൾ നടത്തുന്നതാണ് യുദ്ധങ്ങൾ. ഗാസയിൽ പിഞ്ചുമക്കളെ അടക്കം കൊന്നൊടുക്കി ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ ഇപ്പോൾ ഇതിന് ചൂണ്ടിക്കാണിക്കാവുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആഭ്യന്തര കലാപങ്ങളും ധാരാളം നടന്നിട്ടുണ്ട്. സിറിയയിലടക്കം നടന്നത് അതിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ എന്തിനു വേണ്ടി കൊല്ലപ്പെടുന്നു എന്ന് പോലും അറിയാതെ അതിക്രൂരമായ വംശഹത്യയ്ക്ക് വിധേയമാകുന്നവരാണ് സുഡാനിലുള്ളത്. സ്വന്തം വർഗക്കാരുടെ കൈകളാൽ മരണം വരിക്കാനാണ് ഇവിടുത്തെ സ്ത്രീകളും കുട്ടികളും അടക്കം വിധിക്കപ്പെട്ടിരിക്കുന്നത്. പട്ടിണിയുടെ അങ്ങേയറ്റം അനുഭവിക്കുന്ന സ്വന്തം ജനതയ്ക്ക് ഇവിടുത്തെ വിമതസേന ബോംബുകളും വെടിയുണ്ടകളും കൊണ്ടാണ് അത്താഴമൊരുക്കുന്നത്. എന്നാൽ ഈ കൊല്ലുന്നവർക്ക് നിയതമായ ഒരു ലക്ഷ്യമുണ്ട്. അവർ ബാഹ്യശത്രുവിന് വേണ്ടിയാണ് കൃത്യമായി പണിയെടുക്കുന്നത്. എന്നാൽ അത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരമില്ല. കൊല്ലപ്പെടുന്ന പാവങ്ങൾക്കും എന്തിനാണെന്ന് അറിയില്ല. കഴിഞ്ഞ 2.5 വർഷമായി ആഭ്യന്തര യുദ്ധം സുഡാനിൽ മരണവ്യാപാരം നടത്താൻ തുടങ്ങിയിട്ട് സ്വന്തം വർഗക്കാർ തന്നെ ബോംബുകളും യുദ്ധ ടാങ്കുകളുമായി എത്തി പാവം ജനതയെ കൊന്നു തള്ളുന്നു. വീടുകൾ തീവച്ച് നശിപ്പിക്കുന്നു. രാജ്യം തന്നെ കിഴക്കെന്നും പടിഞ്ഞാറെന്നും 2ആയി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് വിളിക്കുന്ന RSF എന്ന വിമത സൈന്യമാണ് ആഭ്യന്തര കലാപങ്ങൾ നടത്തുന്നതും വംശഹത്യ നടത്തുന്നതും. അവർ സ്വന്തം ജനതയ്ക്ക് വെടിയുണ്ടകൾ കൊണ്ട് അത്താഴം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മരുന്നോ ഭക്ഷണമോ തങ്ങളുടെ അധീശത്വത്തിലുള്ള പ്രദേശത്തേക്ക് ഈ വിമത സൈന്യം എത്തിക്കുന്നില്ല. ഒക്ടോബർ 26-ന് കൃത്യമായി പറഞ്ഞാൽ ഒരാഴ്ച മുൻപ് എൽ ഫാഷർ നഗരം പിടിച്ചെടുത്തതോടെ ആയിരക്കണക്കിന് ആളുകളാണ് അതിനിഷ്ഠൂരമായി കൂട്ടക്കൊലയ്ക്ക് ഇരയായത്. 2ആയി വിഭജിക്കപ്പെട്ട സുഡാന്റെ കിഴക്കൻ പ്രദേശം ഇപ്പോൾ സുഡാൻ സൈന്യമായ SAF-ന്റെ അധീശത്വത്തിലാണ്. പടിഞ്ഞാറൻ സുഡാൻ RSF എന്ന വിമതസേനയും കൈവശം വെച്ചിരിക്കുന്നു. പടിഞ്ഞാറൻ സുഡാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായ ദാൽഫുറിന്റെ തലസ്ഥാനമായ എൽ ഫാഷർ 2 വർഷത്തോളമായി RSF-ന്റെ ഉപരോധത്തിലായിരുന്നു. ഒടുവിൽ കഴിഞ്ഞയാഴ്ച ഒക്ടോബർ 26-ന് എൽ ഫാഷർ വിമത സൈന്യം പിടിച്ചെടുത്തു. എൽ ഫാഷർ സിറ്റിക്കകത്ത് കുടുങ്ങിയ ആളുകളെ പട്ടിണിക്കിട്ടും ആക്രമിച്ചും കൊല്ലുന്ന ഭയാനകമായ കാഴ്ചയാണ് പിന്നീട് അവിടെ നിന്ന് കണ്ടത്. ലക്ഷക്കണക്കിന് ആളുകളാണ് എൽ ഫാഷറിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഈ ജനങ്ങൾക്ക് ഭക്ഷണവും അവശ്യ വസ്തുക്കളും എത്തിക്കുന്ന വഴികൾ RSF അടച്ചു. ഇത് കഠിനമായ പട്ടിണിയും മരണങ്ങളും കൂട്ടക്കൊലകളും സംബന്ധിച്ച ആശങ്കയേറ്റിയിരിക്കുകയാണ്. 12 ലക്ഷത്തോളമാണ് എൽ ഫാഷർ നഗരത്തിലെ ജനസംഖ്യ. 2.5 വർഷമായി തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിന്റെ ഭാഗമായി എൽ ഫാഷറിന്റെ നിയന്ത്രണം RSF ഏറ്റെടുത്തു. 2 വർഷത്തോളം RSF-ന്റെ ഉപരോധത്തിലായിരുന്നു എൽ ഫാഷർ. ഇതോടെ ഇവിടേക്ക് ഭക്ഷണവും അവശ്യവസ്തുക്കളും മരുന്നുകളും എത്തിക്കുന്നത് 56 കിലോമീറ്റർ ദൂരപരിധി വരെ പാതകൾ അടച്ച് നിർത്തലാക്കിച്ചു. അങ്ങനെ സ്വന്തം ജനങ്ങളെ പട്ടിണിക്കിട്ടു. എൽ ഫാഷർ പിടിച്ചെടുത്തതിന്റെ തലേ ദിവസം ദാർഫുറിന്റെ അയൽ സംസ്ഥാനമായ നോർത്ത് കോർദോഫാനും പിടിച്ചെടുത്തതായി RSF പ്രഖ്യാപിക്കുകയും ഇതിന് തൊട്ടുപിന്നാലെ നോർത്ത് കോർദോഫാനിലെ ബാരയിൽ അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുമുണ്ടായി. ഇവിടെയും വിമത സൈന്യത്തിന്റെ ക്രൂരതയ്ക്ക് ഇരയാകുന്നത് സാധാരണക്കാരും മനുഷ്യാവകാശ പ്രവർത്തകരുമാണ് എന്നതാണ് വസ്തുത. ബാരയോട് ചേർന്നുള്ള എൽ ഒബൈദ് പട്ടണം നിലവിൽ സുഡാൻ സൈന്യമായ SAF-ന്റെ നിയന്ത്രണത്തിലാണ് ഉള്ളത് എങ്കിലും ഇത് പിടിച്ചെടുക്കാനുള്ള മുന്നേറ്റമാണ് RSF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതും പിടിച്ചെടുത്താൽ സുഡാനിൽ പിന്നീട് സംഭവിക്കുന്നത് കേട്ടുകേൾവി പോലുമില്ലാത്ത, സമാനതകളില്ലാത്ത ക്രൂരമായ മനുഷ്യവേട്ടയായിരിക്കും. എൽ ഫാഷറിലും എൽ ഒബൈദിലും RSF നടത്തുന്ന ക്രൂരമായ മനുഷ്യവേട്ട പടിഞ്ഞാറൻ സുഡാനെ രക്തപങ്കിലമാക്കിയിരിക്കുന്നു. അവസാന നിമിഷം വരെ കീഴടങ്ങാതെ പിടിച്ചുനിന്ന എൽ ഫാഷറും പിടിച്ചെടുത്തതോടെ പടിഞ്ഞാറൻ സുഡാൻ പൂർണ്ണമായും ഇപ്പോൾ വിമത സൈന്യത്തിന് കീഴിലായിരിക്കുകയാണ്. ദാർഫുർ സംസ്ഥാനത്തുടനീളം RSF സമാന്തര ഭരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 1/4 ലക്ഷത്തിലധികം ആളുകളാണ് എൽ ഫാഷറിൽ നിന്ന് പലായനം ചെയ്തത്. 70 കിലോമീറ്ററോളം പടിഞ്ഞാറേക്ക് യാത്ര ചെയ്ത് തവില എന്ന സ്ഥലത്ത് അഭയാർത്ഥികളായി ഇവരെത്തി. എന്നാൽ തവിലയാകട്ടെ അഭയാർത്ഥികളെ താങ്ങാനാകാതെ നിറഞ്ഞു കവിയാൻ തുടങ്ങി. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷന്റെ കണക്ക് പ്രകാരം 1,77,000 സിവിലിയന്മാർ നിലവിൽ എൽ ഫാഷറിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ക്രൂരമായി കൊലപ്പെടുത്തിയും പീഡിപ്പിച്ചും ആളുകളെ ഉപദ്രവിക്കുന്ന RSF-ന്റെ വീഡിയോ അവിടെ നടക്കുന്ന ക്രൂരതയുടെ തെളിഞ്ഞ ഉദാഹരണമാണ്. ജീവനം കൊണ്ട് പലായനം ചെയ്യുന്നവരെ പോലും വെറുതെ വിടാത്ത അത്ര ക്രൂരതയാണ് RSF പടിഞ്ഞാറൻ സുഡാനിൽ നടത്തുന്നത്. സ്വർണവും എണ്ണയുമാണ് ഈ ആഭ്യന്തര യുദ്ധത്തിന്റെ കാതലെന്ന് റിപ്പോർട്ടുകളുണ്ട്.
ഇപ്പോൾ വിമത സൈന്യം പിടിച്ചെടുത്ത ദാർഫുർ സ്വർണത്തിന്റെ ഒരു പ്രധാന ഉറവിടമാണ്. 2024 ഒരു ഇറ്റാലിയൻ പൊളിറ്റിക്കൽ സ്റ്റഡി റിപ്പോർട്ട് അനുസരിച്ച് സുഡാനിലെ സ്വർണത്തിനായുള്ള പോരാട്ടമാണ് ഈ യുദ്ധത്തിന്റെ പ്രേരക ശക്തി. എൽ ഫാഷർ പിടിച്ചെടുത്തതോടെ ദക്ഷിണ സുഡാൻ, ചാഡ്, ലിബിയ എന്നീ രാജ്യങ്ങളിലെ തന്ത്രപരവും വിശാലവുമായ അതിർത്തി പ്രദേശത്തിന്റെ മുഴുവൻ നിയന്ത്രണവും RSFന് ലഭിച്ചു കഴിഞ്ഞു. ഇനി മറ്റൊരു RSF അധിനിവേശ സ്ഥലമായ നോർത്ത് കോർദോഫാൻ സംസ്ഥാനത്തിന്റെ എണ്ണ സമ്പന്നമായ തലസ്ഥാനമാണ് അൽ ഒബൈദ്. ദാർഫുറിനും സുഡാൻ തലസ്ഥാനമായ ബാർത്തൂമിനും ഇടയിലെ തന്ത്രപരമായ കണ്ണി കൂടിയാണ് ഒബൈദ് എന്ന് പറയാം. RSFന്റെ അൽ ഒബൈദിൽ നിയന്ത്രണം ഇല്ലെങ്കിലും ഇതും പിടിച്ചെടുക്കാൻ RSF കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ സുഡാൻ സൈന്യത്തിന് ഒരു സുപ്രധാനമായ നഷ്ടം തന്നെയാകും ഇത്. എൽ ഒബൈദിൽ നിന്ന് വെറും 59 കിലോമീറ്റർ മാത്രം അകലെയുള്ള ബാര പിടിച്ചെടുത്തതായുള്ള RSF പ്രഖ്യാപനത്തോടെ ഇതിനുള്ള സാധ്യത ഏറി വരികയും ചെയ്യുന്നു. നോർത്ത് ഡാർഫൂറിലെ സംസം അഭയാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞ ഏപ്രിൽ 11-നാണ് RSF ഇരച്ചുകയറി കുടിലുകളും കടകളും കത്തിക്കുകയും പലായനം ചെയ്യാൻ ശ്രമിച്ച ജനതയെ കൊലപ്പെടുത്തിയതും. 500 പേരെങ്കിലും അന്നത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് കണക്ക്. ലക്ഷക്കണക്കിന് ആളുകളെ നിർബന്ധിതമായി കുടിയിറക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് മുൻപ് വരെ സംസം ഒരു സൈനിക ബാരക്കാണ് എന്നായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത്. അങ്ങനെ സൈനിക മേഖലയായി മുദ്രകുത്തി ഇന്ന് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന അതേ വംശഹത്യയാണ് ഇവിടെ RSFും ആസൂത്രണം ചെയ്യുന്നത്. യുദ്ധസമയത്ത് സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനായി നിർമ്മിച്ച അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിൽ നിന്നുള്ള പദപ്രയോഗങ്ങളാണ് ഇവിടെ ആഭ്യന്തര യുദ്ധത്തിലും RSF തിരിച്ചു പ്രയോഗിക്കുന്നത്. വർഷങ്ങളായി പലസ്തീനികളെ വംശഹത്യ ചെയ്യുന്നതിന് ഇസ്രായേൽ സ്വീകരിച്ച തുടർന്നു പോരുന്ന വംശഹത്യയെ ന്യായീകരിക്കാൻ ഇസ്രായേലും ഇതേ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. ഗാസയിലെ ആശുപത്രികൾ ഹമാസിന്റെ നിയന്ത്രണ ആജ്ഞാകേന്ദ്രങ്ങളാണെന്നാണ് ഇസ്രായേൽ പ്രചാരണങ്ങളിൽ ഒന്ന്. മറ്റൊന്ന്, ഹമാസ് പലസ്തീനികളെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നുവെന്നും. അതേസമയം യമനിലെ ഹൂതികളുടെ ഉപരോധം മൂലം ചെങ്കടലിലെ ഇസ്രായേൽ കപ്പൽ പാതകൾക്ക് തിരിച്ചടി ഉണ്ടാകുന്നത് തടയാൻ സുഡാനെ ബദൽ പാതയായി ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട് എന്നും കരുതപ്പെടുന്നു. സുഡാനിലെ തുറമുഖം ഇസ്രായേലിലേക്കുള്ള ചരക്കുകളുടെ ഒരു പ്രധാന പാതയായി മാറിയിരിക്കുന്നു എന്നതാണ് ഇതിന് കാരണം. ഹൂതി നേതാവ് അൻസാറുള്ളയുടെ ഉപരോധം മറികടന്ന് തെക്കൻ ഇസ്രായേലിലെ തുറമുഖമായ എയ്ലാത്തിലേക്ക് കപ്പലുകൾക്ക് പോവാൻ സുഡാൻ തുറമുഖം ഉപയോഗിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആര് രാജ്യത്തെ നയിക്കുമെന്നതിനെ ചൊല്ലി സുഡാൻ സൈന്യവും വിമത സൈന്യവുമായ RSFും തമ്മിലുണ്ടായ സംഘർഷം വളർന്നതാണ് ഇന്നത്തെ നിലയിലേക്ക് രൂപാന്തരം പ്രാപിച്ചത്. ഇത് 2023 ഏപ്രിൽ 15-ന് ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായി. സംഘർഷത്തിൽ ഇരുവിഭാഗവും അതിക്രമങ്ങൾ നടത്തിയതായി മനുഷ്യാവകാശ സംഘടനകൾ ആരോപിച്ചു. എന്നാൽ RSF പിടിച്ചെടുക്കുന്ന ഏത് സ്ഥലത്തും കൂടുതൽ കൂട്ടക്കൊലകൾ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് വിശകലന വിദഗ്ധർ പറയുന്നു.